കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് മുമ്പ് ഈ ജീവിയായിരുന്നു അത്രേ ഈ നാട്ടിലെ സൂപ്പർ സ്റ്റാർ. എന്നാൽ ഇതിനെയെല്ലാം ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് ഇതാ കടന്നു വന്നിരിക്കുന്നു പുതിയ ചില മെഗാ സ്റ്റാറുകൾ. എന്നാൽ ഇപ്പോൾ ഈ മെഗാ സ്റ്റാറുകളുടെ വിശ്രമാശ്രമം ഇവിടെയാണത്രേ. എവിടെയോ നിന്നൊഴുകി വരുന്ന മന്ദമാരുതന്റെ സുഗന്ധം എന്നെ വല്ലാതെ ആകർഷിച്ചു. ആ സുഗന്ധത്തിന്റെ ഉറവിടം തേടിയായിരുന്നു പിന്നെ എന്റെ യാത്ര. ഇതാണത്രേ ആ സുഗന്ധദ്രവ്യങ്ങളുടെ ആസ്ഥാനം. ആഹാ, നല്ല മണം. അല്പം മയക്കത്തിലാണെങ്കിലും അവിടെ നിന്നും ഞാൻ പിന്നീട് യാത്ര തിരിച്ചത് ഇവിടെയുള്ള ഒരു പട്ടണത്തിലേക്കാണ്. ഇത് നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു കൊള്ളസങ്കേതമാണെന്ന് തോന്നുന്നു. അയ്യോ, ക്ഷമിക്കണം, എനിക്ക് തെറ്റിപ്പോയി. ഇതാണ് ഇവിടുത്തെ നിയമസഭാ മന്ദിരം. ഏതായാലും നമുക്കിവരുടെ കോലാഹലം ഒന്ന് കണ്ടു നോക്കാം. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഈ മന്ത്രിസഭയുടെ 3ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവിടെ നടക്കാൻ പോകുന്ന അഭ്യാസങ്ങൾ അല്ലെങ്കിൽ ആഘോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയോ? സിനിമാറ്റിക് ഡാൻസ്, ബ്രേക്ക് ഡാൻസ്, തവളച്ചാട്ടം, അതുപോലെ വിവിധ ഇനം ഡാൻസുകളാണ് നടത്തുന്നത്. കൂടാതെ ഈ ഡാൻസ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഇവിടുത്തെ പ്രഗത്ഭരും പ്രശസ്തരുമായ രാഷ്ട്രീയക്കാരാണ് പ്രിയമുള്ളവരെ. അതിനു മുമ്പ് ഈ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ മലയാളത്തിന്റെ സാഹിത്യകാരൻ സുകുമാർ കോഴിക്കോടിനെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. സ്വന്തമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത് എപ്പോഴും നല്ലതാണെന്നാണ് കവികൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് സാറ് വിസിലടിച്ചല്ലേ? അതെ, വളരെ ലളിതമായിട്ട് സംസാരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് വളരെ ലളിതമായി തന്നെ തുടങ്ങാം. അവിസ്മരണ സിദ്ധാന്തങ്ങളെ ഊർക്കളങ്ങളുടെ വിസ്ഫോടനങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ജ്ഞാനികമായ അവസ്ഥയുടെ നിർവികാര്യമായ അവിസ്ഫോടനങ്ങളെ വിസ്തൂരീകരിച്ച് അവിസ്ഫൂരമായ ഗിടാധികമായ ഗുണാദങ്ങളെ എന്നാ വളരെ ലളിതമാക്കി ഒന്നും കൂടെ പറഞ്ഞു തരാം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ. അതായത് കേരള രാഷ്ട്രീയത്തിന്റെ, അത് മനസ്സിലായോ? അത് മനസ്സിലായി. കേരള രാഷ്ട്രീയത്തിന്റെ അവിസ്ഫോടനങ്ങളെ വിടൂകരിച്ച് ന്യൂനീകരിക്കുന്ന വിസ്ഫോടനത്തിന്റെ ബാഷ്പീകമായ ആസ്ഫോടനങ്ങളെ പുഷ്ടീകരിക്കുകയില്ലേ കിത്നാദികമായി ചെയ്യുന്നത്? എന്ത് ചെയ്യുന്ന? കിത്നാദികമായിട്ട് ചെയ്യുന്നത്. കിത്നാദികം അതല്ലേ ലളിതമായിട്ട് പറഞ്ഞു? വളരെ ഇനിയും ലളിതമാക്കണം, ഒന്നുകൂടെ ലളിതമാക്കും. കേരള രാഷ്ട്രീയത്തിന്റെ ഗോത്രവർഗങ്ങളെ ഗുഡീതീകരിച്ച് അതിലുള്ള ബാഷ്പീകങ്ങളെ ആവിർഭവിച്ച് ഗുഡാധികമായ കൃഷ്ണാമല്ലേ കഷ്ടിക്കുന്നത്? കഷ്ടിക്കണം. അതെ, കഷ്ടിക്കണം. അതെ. അപ്പൊ അതിന് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കണം. അവിടെ റെഡിയാണ്. ഉദ്ഘാടനം ചെയ്തതായിട്ട് ചെയ്തു. അവിടെ ഭക്ഷണം റെഡിയാണ്. കഴിഞ്ഞു. കഷ്ടിക്കാനുള്ള ഭക്ഷണം റെഡിയാണ്. അപ്പൊ പ്രസംഗം ഇനി വേണ്ട. പോയി തന്നെ അവിടെ ഭക്ഷണം റെഡിയാണ്. ഞാൻ അങ്ങോട്ട് ഭക്ഷണം റെഡിയാണ്. അവിടെ ഭക്ഷണം റെഡിയാണ്. വിരലിങ്ങനെ വെച്ചാ എനിക്ക് അപ്പം പ്രസംഗിക്കണം. എനിക്ക് അപ്പൊ ഭക്ഷണം വേണ്ടല്ലോ. ഭക്ഷണം റെഡിയാണ്. ഭക്ഷണത്തിന് വിരൽ ഇങ്ങനെയാണല്ലോ. അതെ, അപ്പൊ എന്തിനാ വിരൽ ഇങ്ങനെ വെക്കുന്നത്? പ്രസംഗിക്കാൻ ഇങ്ങനെ, ഭക്ഷണത്തിന് ഇങ്ങനെ. ഇങ്ങനെയല്ലേ? അപ്പൊ ഭക്ഷണം റെഡിയാണ്. ഇതിന് റെഡിയാണ് അവിടെ. ഓക്കെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇതാരവനെ കേട്ടിട്ട് എടോ താൻ എവിടെ പോയി കിടക്കണോ? ഞാൻ തൊട്ടപ്പുറത്തുണ്ടാവും. ദയവ് ചെയ്ത് എന്നെ ഈ പണിക്ക് പറ്റില്ല. ഇത് ഭക്ഷണം കഴിക്കുന്നതിനെ കാഷ്ടിക്കുക, ഭക്ഷണം കഴിക്കണ ഇങ്ങനത്തെ ആക്ഷൻ, ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്റെ പൊന്നു മോനെ, ബാക്കിയുള്ള കാര്യങ്ങള് നീ തന്നെ ചെയ്താൽ മതി. ഞാൻ തന്നെ ചെയ്യണം. ഞാൻ പോവാണ്, എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ പറയണേ, ഞാൻ തന്നെ ചെയ്തോ. ഈശ്വര, എന്ത് കാര്യം വന്നാലും അവസാനം എന്നെ തലയിൽ തന്നെ വീഴും, ഇടുത്തി വീഴുന്ന പോലെ. പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ഇവിടെ നടക്കാൻ പോകുന്നത് പ്രശസ്തരും പ്രഗത്ഭരും പങ്കെടുക്കുന്ന ഡാൻസ് മത്സരമാണ്. ആ ഡാൻസ് മത്സരത്തിന്റെ സംഘാടകനും അതുപോലെ തന്നെ ഇതിന്റെ ജഡ്ജും ഞാൻ തന്നെയാണ്. ജഡ്ജിന്റെ തീരുമാനം അന്തിമമായിരിക്കും, ആരും ചോദ്യം ചെയ്യാൻ പറ്റരുത്. നമുക്ക് മത്സരം ആരംഭിക്കാം. ആദ്യമായിട്ട് മത്സരാർത്ഥിയെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം, സ്വാഗതം ചെയ്യാം. ജഡ്ജ് നമ്പർ 1.
വളരെ വളരെയധികം നന്നായിട്ടുണ്ട്. വളരെ നല്ല പെർഫോമൻസ് ആണ് സാർ കാഴ്ചവെച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട്, വളരെ ഗംഭീരമായിട്ടുണ്ട്. ഇരിക്കാൻ പറഞ്ഞതിന് മുമ്പ് ഇരുന്നല്ലേ, ആ സ്വഭാവം ഉണ്ടെന്ന് എനിക്കറിയാം. അല്ല സാർ, ഞാൻ പറഞ്ഞു വരുന്നത്, അല്ല സാർ, ഞാൻ ഇളനീര് സാറിന് വേണ്ട, ആള് പോയി. അപ്പോ എനിക്ക് വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് അത് വേഗം സ്പേസ് ബഹദൂരം ബീഹൂരം. അവിടെ പോയിരുന്നോ? ഏമ്പക്കം വിട്ട് കളിക്കാണ് സാറ്. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് അടുത്ത മത്സരാർത്ഥിയെ വേദിയിലേക്ക് ക്ഷണിക്കാം. ചെസ് നമ്പർ 2. വ്യത്യസ്തനാമൊരു ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. വ്യത്യസ്തനാം ഒരു ഗ്ലാമറമാനെ പാരയമാനൻ കളിയുടെ തലവനമാനൻ ചെറുരു പാലൻ ഇവനൊരു പാലൻ. വ്യത്യസ്തനാമൊരു ഗ്ലാമറമാനെ മൊത്തത്തിൽ നിങ്ങൾ സാറേ, വളരെ നന്നായിട്ടുണ്ട്, വളരെ ഗംഭീരമായിട്ടുണ്ട്. എനിക്ക് SMS ചെയ്യേണ്ട ഫോർമാറ്റ് പത്മജ സ്പേസ് ടൂത്ത് പേസ്റ്റ് 2 സ്പേസ് KPCC ACPP. മതി മതി മതി, കൊള്ളാം, അവിടെ പോയിരുന്നുള്ളൂ. പ്രിയമുള്ളവരെ, വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ലീഡറിന്റെ മകൻ പെർഫോം ചെയ്തത്. ഇനി നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാനുള്ള വ്യക്തി മറ്റാരുമല്ല, നമ്മുടെ ഡാൻസിന്റെ മികവുറ്റ കലാകാരൻ. ആ കലാകാരനെ ചെസ് നമ്പർ 3 വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു, ക്ഷണിക്കുന്നു. ആരോഗ്യത്തെ കാണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ ഗംഭീരമായി നല്ല രീതിയിൽ പെർഫോം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ അച്ചുമാമയുടെ പെർഫോം അടിപൊളിയായിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണ് നമുക്ക് ശ്രദ്ധിക്കാം. എനിക്ക് വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് JCB സ്പേസ് HMN. അത് തന്നെ. ACHUCHUMAN. എങ്കിലും വളരെ നല്ല രീതിയിൽ 3 പേരും പെർഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 3 പേർക്കും ഫസ്റ്റ് പ്രൈസ്. ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഞാനാണ് ഇവിടെ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നത്. വളരെ വ്യക്തമായും ശക്തമായും ഞാനാണ് ശരിക്കും ഞാൻ ഡാൻസ് ചെയ്തത്. എനിക്ക് വേണം. എനിക്കല്ല സമ്മാനം. ഞാനല്ല സമ്മാനം തരുന്നത്, അദ്ദേഹത്തെ വിളിക്കാം.
മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തൊന്നും ആർക്കും ഒട്ടും ശരി ശരി ശരി, 1 ആയാലും ശരി 10 ആയാലും ശരി, സമ്മാനം എന്തേ? സമ്മാനം കൊടയൊന്ന് പിടിച്ചോ. ഇതെന്താ? തൂക്കുകയർ. അതെന്തിനാ? നിങ്ങളെയൊക്കെ തൂക്കിക്കൊല്ലാൻ. അങ്ങനെയെങ്കിലും കേരളം ഒന്ന് രക്ഷപ്പെടട്ടെ. അവിടെ നിന്ന് ആ ട്രോളി അങ്ങോട്ട് മാറ്റി നിൽക്കും. അത് അവിടെ തന്നെ ആ കുറച്ചും കൂടെ ആ ലൈറ്റ്സ് ഒന്ന് പൊന്തി വെച്ച്. ഓക്കെ, ക്യാമറ റണ്ണിങ് 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 ആക്ഷൻ. മുല്ലേ, എന്ത് കോപ്പാ താനീ കാണിച്ചത്? സാറിനോടല്ല കട്ട് പറഞ്ഞത്. ആ മൊബൈൽ ഫോൺ ആരാ ഓൺ ചെയ്തേ? കട്ട് ചെയ്യൂ. അത് കട്ട് സാറിന് ആക്ഷൻ. എന്നോട് കട്ട് പറഞ്ഞ എന്നോട് കട്ട് പറയാം. ഓക്കെ ഓക്കെ ഓക്കെ, സോറി സാർ, ആക്ഷൻ. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു, മുങ്ങാൻ പിള്ളേരത് തപ്പിയെടുത്തു, തട്ടാൻ പിള്ളേരത് തട്ടിക്കൊണ്ടുപോയി. ഇന്നും ആ മുങ്ങാൻ പിള്ളേരുടെ അവസ്ഥ എന്താണ്? ഒരു കഷ്ണം നെയ്യപ്പത്തിന് വേണ്ടി കേഴുകയാണവർ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഷിറ്റ് ഷിറ്റ് ഷിറ്റ്. ഞാൻ എവിടെ നോക്കിക്കടോ? ഞാൻ എത്ര ഷിറ്റ് പറഞ്ഞു ഇവിടെ? അല്ല, സിറ്റ് പറഞ്ഞാൽ പെട്ടെന്ന് ഒരാൾ വന്ന് സംസാരിച്ചപ്പോഴേ സാറിന് സിറ്റ് ഇഷ്ടം പോലെ സിനിമയിൽ സാർ പറയുന്നതാണല്ലോ. നമുക്ക് ഏതെങ്കിലും സിനിമയിൽ വേണം യൂസ് ചെയ്യാം. അത് അടുത്ത ഡയലോഗ് പഠിച്ചേ സാറേ, അടുത്ത ഡയലോഗ് പഠിച്ചു അന്ന് പഠിച്ചേ. കുഞ്ഞാഞ്ഞ വന്നേ കുഞ്ഞാഞ്ഞ, കുഞ്ഞാഞ്ഞ വന്നേ കുഞ്ഞാഞ്ഞ, കുഞ്ഞാഞ്ഞ. സിനിമ നടനൊക്കെ തന്നെ, പക്ഷെ പരിചയപ്പെടാൻ പറ്റത്തില്ല. വളരെ ദേഷ്യമുള്ള ആളാണ്. ഞാനൊന്ന് ചോദിച്ചു നോക്കാം, മിണ്ടരുത്. എന്നെ ഈ ചിരി ഉണ്ടല്ലോ, അധികാരം ഇങ്ങനെ കൈക്കുമ്പിളിലിട്ട് അമ്മാനമാടുന്ന ഉപജാപകന്റെ ചിരി. ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഈ ഡയലോഗ് ഒന്നും ഞാൻ എഴുതി തന്നിട്ടില്ലല്ലോ. അത് ഡയലോഗല്ല, ഈ പേപ്പറിന്റെ പുറത്ത് ഒരു ഈച്ചയുണ്ട്. ആ ഈച്ചയോട് ചവിട്ടി ഇതാരാടോ ഈ പേപ്പറിൽ ഈ ശർക്കര കൊണ്ടുവച്ച് ഈച്ച പറഞ്ഞുണ്ടല്ലേ? അത് ശർക്കര കൊണ്ടുവച്ചിട്ട് ഈച്ച വാറുന്നതല്ല. അത് പിന്നെ സാർ പേ പുല്ല പറഞ്ഞ് തുപ്പലം തെറിച്ചിട്ട് ആ തുപ്പലം തിന്നാൻ വേണ്ടി ഈച്ച വരുന്നതാ. അതാണോ? അതാണ്. എന്നാ അത് തുടച്ചേക്കാം. അടുത്ത ഡയലോഗ് പിടിച്ചേ. ഓക്കെ സാറേ, വേറൊരു കാര്യമുണ്ട്. ഒരു പാവപ്പെട്ട ഒരു വൃദ്ധൻ സാറിനൊന്ന് പരിചയപ്പെടണമെന്ന് പറയുന്നു. പാവപ്പെട്ട വൃദ്ധൻ? അതെ. എനിക്ക് ഇഷ്ടമാണ്. ആണോ? പറഞ്ഞു വിട്ടോളൂ. ഞാനൊന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നാ. ആണല്ലേ? കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഈ ചന്തല വേളം പോലെ കേട്ടു. അപ്പൊ ഞാൻ ചോദിച്ചത് എന്നാന്ന് വെച്ചപ്പോ ഷൂട്ടിംഗാന്ന് പറഞ്ഞു. ഇത് ഷൂട്ടിംഗ്? ആ, മനസ്സിലായി. ലൊക്കേഷൻ? ആ, എനിക്ക് മനസ്സിലായി. പിന്നെ വീട്ടിലെ പിള്ളേർക്ക് വലിയ കാര്യാട്ടാ സാറിനെ. ആണല്ലേ? എപ്പോഴും കാണാറുണ്ടല്ലോ. അടിപൊളി അവനെയാട്ടാ. മമ്മൂട്ടിയല്ലേ? മമ്മൂട്ടി അല്ലോടോ താൻ? പിന്നെ തനിക്ക് മനസ്സിലായില്ല? ആ, മോഹൻലാല്. അതല്ല, ആ, കാണിച്ചു തരാം കേട്ടോ. ഓ, സുധീഷ് ഗോപി. ഈ സാധനം കാണാതെ മനസ്സിലായില്ലേ? മറ്റേ പുല്ലുപ്പേ പറയാറില്ലേ? പുല്ലും വൈക്കോലും ഇല്ലേ ഇപ്പൊ കയ്യില്? പുല്ലുണ്ട്, വൈക്കോലില്ല. വൈക്കോലില്ല അല്ലേ? ആ, വൈക്കോലിന്റെ കാര്യമില്ലല്ലോ. പിന്നെ സാറേ കാണാറുണ്ടാ, വീട്ടിലെ പിള്ളേർക്ക് വലിയ കാര്യാ. സാറിന് പറഞ്ഞാ ജീവനാ. വിവരമില്ലാത്ത പിള്ളേരാണ്. അല്ല സാറിന് എനിക്ക് മറക്കാൻ പറ്റില്ലട്ടോ. ഞങ്ങളുടെ നാട്ടുകാർക്ക് ഏത് സിനിമ നടന്ന മറന്നാലും ഈ സുരേഷ് ഗോപിനെ ഒറ്റ മനുഷ്യൻ ഞങ്ങളുടെ നാട്ടുകാർ മറക്കൂല. അങ്ങനെയുള്ള സിനിമകളല്ലേ എന്റെ സിനിമകൾ. അതാണത്. 10,000 പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പിന്നെ പറയാം. സാറിന് അത്ര വലിയ കാര്യ. സാറേ, സാറിന്റെ മറ്റേ വടക്കം വീരാതല്ലേ അഭിനയം ഇത്തിരി വരണ്ടട്ടാ. എന്റെ മമ്മൂട്ടിയായിട്ട് സീനറി ഉണ്ടല്ലോ, മാധവി ഇടക്ക് നിൽക്കുമ്പോ ആ തൂണിന്റെ അവിടെ. പക്ഷെ ഞാൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അല്ല സാറേ, അത് സാറ് പറയുമ്പോ ഇതാണ് സിനിമ നടന്മാർക്ക് തുറന്നു പറഞ്ഞാല് ഇത്തിരി വിഷമാണ്. എന്ത് വരാനുണ്ട്? ഇത്തിരി വരാണ്ട്. അതായത് മമ്മൂട്ടി ഇവിടെ വെക്കണു, സാറ് ഇവിടെ വെക്കണു. അപ്പൊ സാറ് ഇത്തിരി കൂടെ ഇങ്ങോട്ട് വന്നായിരുന്നേ കുറച്ചുകൂടെ വന്നായിരുന്നു അല്ലേ? ഇത്തിരി അടുത്ത് പറഞ്ഞായിരുന്നു. അടുത്തേക്ക് എനിക്ക് തോന്നിയതാണ്. അതാ പറഞ്ഞല്ലേ? സാറിനെ കുറിച്ചിട്ട് സാറിന് നല്ല അഭിപ്രായം എനിക്കറിയാം. അഭിപ്രായം എനിക്ക്. നാട്ടുകാർക്ക് അതില്ലല്ലോ. സാറിപ്പോ 2ആയില്ലേ? ഞാനോ? ആ, ഞാൻ ഒന്നാണല്ലോ. അല്ല, ഇപ്പൊ എല്ലാരും 2 സാറിന് ഇപ്പൊ 2 കൂടെ. എവിടെ 2? മാറ്റൊക്കെ 2. ഓ, മാറ്റ അതൊരു സംഘടനയല്ലേ? മമ്മൂട്ടിയൊക്കെ ഇപ്പൊ 2. മമ്മൂട്ടി 2? എവിടെ? അണ്ണൻ തമ്പിയില്. ഓ, അങ്ങനെ മമ്മൂട്ടിയല്ലേ?
ഇപ്പൊ ദേ കമലഹാസൻ 10 ആയി. കമലാസൻ മത്തായിയോ? മത്തായി അല്ല 10 ആയി. ആ 10 വേഷം. ആ. അത് ശരി. അതുപോലെ ഞാനും രണ്ടാം ഭാവം എന്ന ചിത്രത്തിൽ 2 വേഷം ചെയ്തിട്ടുണ്ട്. ശരിയാണ്, പക്ഷെ രണ്ടും ഒരുപോലെ ഇരിക്കും മാത്രമേ. സാറിപ്പോ എത്ര വേഷം 20 അല്ല 40 ചെയ്താലും ഒരുപോലെ തന്നെ ഇരിക്കും. ഈ ഷിറ്റും പുല്ലും ഇല്ലാതെ വേറെ അഭിനയൊന്നുമില്ല. ആ ഷിറ്റും പുല്ലിനൊക്കെ നല്ല അഭിപ്രായം, അറിയില്ലേ അത്? ആ സാറിന്റെ വീട്ടിലായിരിക്കും. സാറിന് കുറച്ച് പഠിക്കാൻ പോയി കൂടെ? എന്ത് പഠിക്കാൻ? ഈ അഭിനയം. അഭിനയേ ഏടോ എനിക്കറിയാം. കളിയാട്ടം എന്ന സിനിമ താൻ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് എനിക്ക് ദേശീയ അവാർഡ് കിട്ടിയതാണ്. ഞാൻ ഇന്നത്തെ പത്രവും വായിച്ചില്ല. കളിയാട്ടത്തിലാണെങ്കിൽ ചിലപ്പോ കളിയാക്കാൻ വേണ്ടി തന്നാണെങ്കിലോ? ഏടോ ദേശീയ അവാർഡ് എനിക്ക് ശരിക്കും കിട്ടിയ എന്റെ അഭിനയം കണ്ടിട്ട്. അതെ. ഈ അവാർഡിന്റെ സെറ്റപ്പ് എങ്ങനെയാ സാറേ? എന്ത്? നമ്മളിപ്പോ ഈ അവാർഡ് കൊടുക്കുമല്ലോ, അതിന്റെ സെറ്റപ്പ് എങ്ങനെയാണ്? അവാർഡിന് ഒരു 50,000 രൂപ കിട്ടും. പിന്നെ പത്രികയും കിട്ടും നമുക്ക്. പൈസ ആദ്യം കൊടുത്തിട്ട് നമ്മൾ അവാർഡ് മേടിക്കുവാണോ അതോ അവാർഡ് മേടിച്ച ശേഷമാണോ സാറേ? എന്തൊക്കെയാ താനീ പറയണത്? അതിന്റെ സംഭവം അറിയാൻ വേണ്ടി. അതല്ല, എന്റെ അഭിനയം കണ്ടിട്ട് തന്നാ എനിക്ക്. പക്ഷെ ഈ ബേസ് ഇത്തിരി പോരാട്ടാ. ആർക്ക്? കുറച്ചുകൂടെ ഒരു ബേസ് വേണം സാറേ. സാറിന്റെ എനിക്ക് നല്ല ബേസ് ഉണ്ടല്ലോ, കേട്ടില്ലേ? കേട്ടാ? ഇതെന്ത് ബേസ്? ഇതൊരു കിളിയുടെ വോയിസ് അല്ലേ? അപ്പൊ ഇതോ? ഞാൻ പറയണോ ഹലോ ഹലോ കണ്ടാ ഇതുപോലെ. ശരി, അങ്ങനെ പറയണോ അല്ലേ? ആ മമ്മൂട്ടിക്കൊക്കെ എന്ത് പൈസ? ബേസ് കുറവാണെങ്കിൽ ഒരു പണി പറഞ്ഞുതരാം. നമ്മുടെ കൊച്ചിയിലെ നേവൽ ബേസിൽ പോയാൽ മതി, ഇഷ്ടംപോലെ പൈസ കിട്ടും. ഒന്ന് ഇറങ്ങി തരണുണ്ടോ താൻ? അല്ല സാർ ചൂടാവേണ്ട കാര്യം. സാറിന് പിള്ളേർക്ക് വലിയ കാര്യമാണ്. വലിയ വലിയ കാര്യമല്ലേ? അതെ അതെ. വിവരമില്ലാത്ത പിള്ളേരാണ്. സാർ കഴിഞ്ഞ ദിവസം ഈ നോർത്ത് ബ്രിഡ്ജിൽ എറണാകുളത്തിന്റെ അവിടെ വന്നിരുന്നോ? എറണാകുളത്ത് നോർത്ത് ബ്രിഡ്ജിന്റെ താഴെ. ഇല്ലല്ലോ. ഇവിടെ കണ്ടെന്ന് പറഞ്ഞല്ലേ അവിടെ പിച്ചക്കാരൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത്? എന്തിന്? അവിടെ ചെരുപ്പൂത്തികളൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് സാറ് വന്നു എന്ന് പറഞ്ഞിട്ടില്ല. എന്തിനു വന്നു പറ? സാറിന്റെ ബൂട്ട് പൊട്ടി പോയിട്ട് തുന്നാൻ വേണ്ടി വന്നു. ഞങ്ങക്ക് മറക്കാൻ പറ്റില്ല സാറിനെ. താൻ ഒരുപാട് നേരമല്ലോ മറക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. എന്താ കാര്യം? 1500 പേരെയല്ലേ സാറ് രക്ഷിച്ചത്? എന്റെ സിനിമകൾ അതുപോലുള്ള സിനിമകളാ, സമൂഹത്തിന് വേണ്ട സിനിമകൾ. ചെറുപ്പക്കാർ രക്ഷപ്പെടും, അതാണ്. അതുകൊണ്ടൊന്നല്ല, പിന്നെ സാറിന്റെ സിനിമ റിലീസായ ദിവസേ ഭയങ്കര ഇടിയും കാറ്റും മഴയൊക്കെ വന്നു. എന്നിട്ട് തിയേറ്റർ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴ്ത്തോട്ട് വീണു. എന്നിട്ട് അങ്ങനെ 1500 പേര് രക്ഷപ്പെട്ടു. സാറിന്റെ പടായോണ്ട് അതിനകത്ത് ഒറ്റ മനുഷ്യനുണ്ടായിരുന്നില്ല. ഇറങ്ങി പോണോ?